ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ. ഏവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 14ാം ദശകമായ കപിലാവതാരത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപദ്മകൽപേ ത്വമിത്തമുത്ഥാപിതപദ്മയോനിഃ അനന്തഭൂമാമലോകരാശി നിരുക്തി വാതാലയവാസ വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമ്മളിപ്പോൾ ഇന്നത്തെ മഹാവിഷ്ണുവിന്റെ വംശാവതാരമായ കപിലാവതാരത്തെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദശാവതാരത്തിൽ ഒന്നായിട്ട് പറയുന്നില്ലെങ്കിലും അത് മഹാവിഷ്ണുവിന്റെ വംശാവതാരത്തിൽ ഒന്നായിട്ടാണ് പറയുന്നത്. കപിലൻ അവതരിച്ച കഥ, അത് വന്നിട്ട് കർക്കമുനിയുടെ മകനായിട്ടാണ് കപിലൻ അവതരിച്ചത്. നമ്മൾ അന്നേരം വായിച്ചു. അതിന്റെ ആദ്യത്തെ 6 ശ്ലോകങ്ങൾ നമ്മളിപ്പോൾ വായിക്കാം. ഇന്നലെ വായിച്ച ശ്ലോകങ്ങൾ വായിക്കും. സമനുസ്മൃതതാവക അംഗ്രിയുഗ്മഃ സമനുഃ പങ്കജ സംഭവ അംഗജന്മ നിജം അന്തരം അന്തരായഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമയേ ഖലു തത്ര കർത്തമാഗ്യഃ ദ്രുഹീണ ഛായ ഭവതദീയവാചാം ധൃതസർഗരസ നിസർഗരമ്യം ഭഗവൻ ത്വാം അയുതം സമാശിഷേവേ. ഗരുഡോപരി കാളമേഘക്രമം വിലസത്കേലി സരോജ പാണിപത്മം അസിതോല്ലസിതാനന്ദം വിഭോത്വം പപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സ്തുതിവേ പുളകാവൃതായ തസ്മൈ മനുപുത്രീ സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീ ജയിതാം നവാപി പുത്രീ കപിലം ച സൂതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപി അനുഗ്രഹ നിർഗതോ ഭൂഃ. സമനുഃ സദരൂപായ മഹിഷ്യാ ഗുണവത്യാ സുതായ ച ദേവഹൂത്യാ ഭവത്തീരിത നാരദോ വിദുഷ്ടഃ സമഗാത് കർദമാ ഭഗതി പ്രതീക്ഷം. സമനുഃ സദരൂപായ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. മനുനോപഹൃതാം ച ദേവഹൂതീം തരുണീരത്നമവാപ്യ കർദനോസൗ ഭവദർശനനിവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഇന്നലെ നമ്മൾ 5 ശ്ലോകം വായിച്ചു. അതിൽ ഇന്ന് നമ്മൾ 6ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി കൂടെ വായിച്ചു കഴിഞ്ഞു. ഇന്നലത്തെ 5ാമത്തെ ശ്ലോകം സമനുഷതരൂപായ മഹിഷ്യാ ഗുണവത്യാ സുതായ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ടഃ സമഗാത് കർത്തമം ആഗതി പ്രതീക്ഷം. ഓം നമോ ഭഗവതേ വാസുദേവായ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപദ്മയോനിഃ അനന്തഭൂമാമപലോകരാശി നിരുക്തി വാതാലയവാസ വിഷ്ണു. ഇന്ന് നമ്മൾ 6ാമത്തെ ശ്ലോകം വായിക്കാം. മനോനുഭൃതാം ച ദേവഹൂതീം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർശനനിവൃതോപി തസ്യാം ശുശ്രൂഷണയാ ദദൗ പ്രസാദം. മനുതാ ഉപഹൃതാം ച ദേവഹൂതീം തരുണീ രത്നം അവാപ്യ കർദമാസൗ ഭവതി
अर्चन निर्वृत अभितस्यां शुश्रूषणया ददौ प्रसादम् मनुना उपकृतां च देवहूतीं तरुणीं रत्नम् अवाप्य कर्दमासौ भवदर्चन निर्वृतः अभितस्यां दृढ शुश्रूषणया ददौ प्रसादम् ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ കർദമനാകട്ടെ മനുവിനാല് കാഴ്ചയായി മനുവിനായി കാഴ്ച കൊണ്ടുവന്ന് വെക്കപ്പെട്ട ദേവഭൂതി എന്ന ശ്രീരത്നത്തെ ലഭിച്ച് നിത്യനിവിടെ ആരാധിക്കുന്നത് കൊണ്ട് നിർമ്മിതനാണെങ്കിലും നിഷ്കളങ്കമായ ശുശ്രൂഷയാൽ അവളിൽ പ്രസന്നനായി തീർന്നു. കർദമമുനി എപ്പോഴും ഭഗവാനിലാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് മനു അദ്ദേഹത്തിന്റെ പൂർത്തിയായ ദേവഭൂതിയെ കർദമമുനിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ നിന്നിലാണ് കർദമമുനിക്ക് ഭയങ്കര സ്നേഹവും അങ്ങനെ നിന്നിൽ ലയിച്ചിരുന്നാൽ തന്നെയും ഈ ദേവഭൂതിയെ സൗന്ദര്യം കണ്ടപ്പോൾ അവളെല്ലാം പ്രസന്നനായി പോയി നമ്മുടെ കർദമമുനി എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. സത്പുനസ്തോപാസന പ്രഭാവാത് ജൈരാ കാമകൃതേ കൃതേ വിമാനേ സപുനസ്തദുപാസന പ്രഭാവാത് ജയിതാ കാമകൃതകൃതേ വിമാനേ വനിതാകുലസതകുലാനവാത്മാ ദഹരദ്ദേവപദേഷു വനിതാകുലസങ്കുലനവ ആത്മാ ദഹരദ്ദേവപദേഷു ദേവഭൂത്യാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. സത്പുന തത്തുപാസന പ്രഭാവാത് ജൈരാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുല നവ ആത്മാ വനിതാകുലസങ്കുല നവ ആത്മാ ദഹരദ്ദേവപദേഷു ദേവഹൂത്യാ ന പുനഃ തത് ഉപാസന പ്രഭാവാത് ദയിതാ കാമ കൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുല നവ ആത്മാ ദഹരദ്ദേവപദേഷു ദേവഹൂത്യാ ന പുനഃ തത് ഉപാസന പ്രഭാവാത് ദയിതാ കാമ കൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുല നവ ആത്മാ ലഹരത് ദേവപദേഷു ദേവഹൂത്യാ. സപുനഃതത്തുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുലോ നവാത്മാ ലഹരത് ദേവപദേഷു ദേവഹൂത്യാ. പിന്നീട് അദ്ദേഹം അങ്ങയുടെ ആരാധനയ്ക്കുള്ള മഹിമയാൽ പ്രിയതമയുടെ അഭീഷ്ടം സാധിപ്പിക്കുവാനായി സ്വനിർമ്മിതമായ വിമാനത്തില് അനേകം യുവതീമണികളാൽ ചൂഴപ്പെട്ടവനായി ദിവ്യശരീരം കൈക്കൊണ്ട് ദേവഹൂതിയോടുകൂടി നന്ദനവനം പുഷ്പഭദ്രം തുടങ്ങിയ ദേവമാർഗങ്ങളിൽ ക്രീഡിച്ചു. ദേവഹൂതിയുമായിട്ട് ക്രീഡിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നത്, അദ്ദേഹം അങ്ങയുടെ ആരാധനയ്ക്കുള്ള മഹിമയാൽ പ്രിയതമയുടെ അഭീഷ്ടം സാധിപ്പിക്കുവാനായി സ്വനിർമ്മിതമായ വിമാനത്തിലങ്ങ് പറന്നു അത്രേ. അത് തനിച്ചല്ല, അനേകം തരുണീമണികളുടെ കൂടെ കർദമമുനി വിമാനത്തിൽ പറന്നുപോയി. ആ വിമാനത്തിൽ പറന്നുപോയി ആ ദിവ്യശരീരം കൈക്കൊണ്ട് ദേവഹൂതിയോടുകൂടി ദേവമാർഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് തന്നെ ക്രീഡിച്ചു. പിന്നീട് അദ്ദേഹം അങ്ങയുടെ ആരാധനയ്ക്കുള്ള മഹിമയാൽ പ്രിയതമയുടെ അഭീഷ്ടം സാധിപ്പിക്കുവാനായി സ്വനിർമ്മിതമായ വിമാനത്തില് അനേകം യുവതീമണികളാൽ ചൂഴപ്പെട്ടവനായി ദിവ്യ ശരീരം കൈക്കൊണ്ട് ദേവഹൂതിയോടുകൂടി നന്ദനവനം പുഷ്പഭദ്രം തുടങ്ങിയ ദേവമാർഗങ്ങളിൽ കൂടി ക്രീഡിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. ശതവർഷമത വ്യതീത്യ സ്വയം നവകന്യഃ സമവാപ്യ ധനുരൂപാഃ വനയാന സമുദ്യത അഭികാന്ത ഹിതകൃത ജനന ഉത്സുകന്യവാസീത്. ശതവർഷമതം പ്രതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതോപികാന്ത ഹിതകൃത ജനനോത്സുകാന്യവാസീത്.
തദവർഷമതവ്യതീതസോയം നവകന്യാഃ സമവാപ്യധന്യരൂപ വലയാന സമുദ്യതോപി കാന്ത കിടകൃത്വജ്ജനനോത്സുകോന്യവാസീത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശതവർഷം അത വ്യതീത്യ സഹ അയം നവകന്യാഃ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യത അഭികാന്താ ഹിത കൃത് തത് ജനന ഉത്സുക ന്യവാസീത്. തദവർഷമതവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപ വനയാന സമുദ്യതോപി കാന്താ ഹിത കൃത്യജനനോത്സുകോ ന്യവാസീത്. ഓം നമോ ഭഗവതേ വാസുദേവായ. പിന്നെ എന്ത് ചെയ്തു? അതിൽ പിന്നെ ആ കർദമമുനി 100 വർഷം കഴിച്ച ശേഷം കോമളാംഗികളായ 9 കന്യകമാരെ ലഭിച്ച് വനത്തിലേക്ക് പോകുന്നതിന് മുതിർന്നുവെങ്കിലും പത്നിയിഷ്ട ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനായി കപിലരൂപിയായ അങ്ങയുടെ ജനനത്തിൽ ഉത്സുകനായിട്ട് സ്വഭവനത്തിൽ തന്നെ വസിച്ചു. അതായത് ആ കർദമമുനി എന്ത് ചെയ്തു? 100 വർഷം കഴിച്ച ശേഷം ഭാര്യയുമായിട്ട് 100 വർഷം അങ്ങ് കഴിഞ്ഞു. എന്നിട്ട് കോമളാംഗികളായ 9 പുത്രിമാരെ ഭാര്യയ്ക്ക് പ്രസവിപ്പിച്ചു. എന്നിട്ട് ഭാര്യയോട് പ്രസവിപ്പിച്ചു. അന്ന് അങ്ങേർക്ക് ലഭിച്ചു എന്നാണ് 9 കന്യകമാരെ അങ്ങേർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. വനത്തിലേക്ക് പോകുന്നതിന് മുതിർന്നുവെങ്കിലും പത്നിയുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനായി കപിലരൂപിയായ അങ്ങയുടെ ജനനത്തിൽ ഉത്സുകനായിട്ട് സ്വഭവനത്തിൽ തന്നെ വസിച്ചു. കർദമമുനി കപിലന്റെ രൂപത്തിൽ വന്ന എന്നെ കണ്ടിട്ട് അദ്ദേഹം 9 തരുണീമണികളെ കൂടി ലഭിച്ചുവെങ്കിലും അതിലൊന്നും കപിലരൂപിയായ അങ്ങയുടെ ജനനത്തിൽ ഉത്സുകനായിട്ട് സ്വഭവനത്തിൽ തന്നെ വസിച്ചു. അതിൽ പിന്നെ ആ കർദമൻ 100 വർഷം കഴിച്ച ശേഷം കോമളാംഗികളായ 9 കന്യകമാരെ ലഭിച്ച് വനത്തിലേക്ക് പോകാൻ മുതിർന്നുവെങ്കിലും പത്നിയുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനായി അങ്ങയുടെ ജനനത്തിൽ ഉത്സുകനായിട്ട്, അതായത് കപിലനായി ജനിച്ച അങ്ങയുടെ ജനനത്തിൽ ഉത്സുകനായിട്ട് സ്വഭവനത്തിൽ തന്നെ കർദമമുനി വസിച്ചു. 9ാമത്തെ ശ്ലോകം. നിജഭർത്യഗിര ഭവൻ നിഷേവ നിരതായ മതദേവ ദേവഹൂദ്യാം കപിലത്വം അജായദാഹ ജനാനാം പ്രദേശൻ പരമാത്മാ തത്വവിദ്യാം. ശതവർഷമതവ്യതീത്യ സോയം നവകന്യാ സമവാപ്യതിന്യരൂപ വനയാന സമുദ്യതഭികാന്താഃ ഹിതകൃത് ജന ഉത്സുകന്യവാസി. അങ്ങനെ കപിലന്റെ പ്രഭാവത്തിൽ, കപിലമുനിയുടെ പ്രഭാവത്തിൽ കാട്ടിലേക്ക് പോകാതെ സ്വഭവനത്തിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? നിജഭർത്തൃഗിരാഭവനിഷേവ നിരതായ മതദേവ ദേവഹൂത്യാം കപിലത്വം അജായദാഹ ജനാനാം പ്രദേശൻ പരമാത്മ തത്വവിദ്യാം. നിജഭർത്തൃഗിരാ ഭവനിഷേവ നിരതായ മതദേവ ദേവഹൂത്യാം കപില സ്വമജായദാ ജനാനാം പ്രദേശൻ പരമാത്മ തത്വവിദ്യാം. നിജഭർത്തൃഗിരാ ഭവനിഷേവ നിരതായ മതദേവ ദേവഹൂത്യാം കപിലത്വം അജായദാഹ ജനാനാം പ്രദേശൻ പരമാത്മ തത്വവിദ്യാം. ശുദ്ധ സത്വരൂപിയായ ഹേ ഭഗവാനെ, അനന്തരം തന്റെ ഭർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് അങ്ങയുടെ ആരാധനാ വിഷയത്തിൽ അതിതൽപരയായി തീർന്ന ദേവഹൂതിയിൽ ജനങ്ങൾക്ക് ആത്മതത്വബോധത്തെ പ്രകാശിപ്പിക്കുന്നതിനായി നിൻ തിരുവടി കപിലനായിട്ട് അവതരിച്ചു. ശുദ്ധസ്വരൂപിയായ ഭഗവാൻ അനന്തരം തന്റെ ഭർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് അങ്ങയുടെ ആരാധനാ വിഷയത്തിൽ അതിതൽപരയായി തീർന്ന ദേവഹൂതിയിൽ ജനങ്ങൾക്ക് ആത്മതത്വബോധത്തെ പ്രകാശിപ്പിക്കുവാനായി നിൻ തിരുവടി കപിലനായിട്ട് അവതരിച്ചു. അതായത് കർദമമുനിയെ ആരാധിക്കുന്ന വിഗ്രഹമാണല്ലോ ഭഗവാനെ മഹാവിഷ്ണു. നിങ്ങളെ രൂപത്തിലെ അങ്ങനെ ധ്യാനിച്ച് എന്റെ ഭർത്താവായ കർദമമുനിയുടെ ആഗ്രഹപ്രകാരം, തന്റെ ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരവും ആഗ്രഹപ്രകാരവും നിങ്ങളെ ആരാധിച്ച് അതിതൽപരയായി തീർന്നു ദേവഹൂതി. ആ ദേവഹൂതിയിൽ ജനങ്ങൾക്ക് ആത്മതത്വത്തെ ബോധിപ്പിക്കുവാനായി ആ ദേവഹൂതിയിൽ തന്നെ കർദമന്റെ മകനായിട്ട് നിങ്ങൾ കപിലനായി അവതരിച്ചു. നിജഭർത്തൃഗിരാഭവനിഷേവ നിരതായ മതദേവ ദേവഹൂത്യാം
കപിലത്വം അജായത ജനാനാം പ്രദേശൻ പരമാത്മതത്വവിദ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അടുത്തത് 10ാമത്തെ ശ്ലോകം. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വം ഉപാദിശൻ ജനാന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വം ഉപാദിശൻ ജനാന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. വന ഏയുഷി കർദ്ദമേ പ്രസന്നേ മതഃ സർവസ്വം ഉപാദിശൻ ജനന്യേ കപിലാത്മക വായു അന്തിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദ ഓഘാത്. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മത സർവസ്വം ഉപാദിശൻ ജനന്യേ കപിലാത്മക വായു മന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മത സർവസ്വം ഉപാദിശൻ ജനന്യൈ കപിലാത്മക വായു മന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. ഓം നമോ ഭഗവതേ വാസുദേവായ. കപിലമൂർത്തിയായ ഗുരുവായൂർ പ്രദേശം അങ്ങനെ കർദമമുനിക്കും ദേവഹൂതിക്കും മകനായി ജനിച്ച കപിലമുനി മകനായി ജനിച്ച കപിലമൂർത്തിയായ ജഗതി ഗുരുവായൂർ പ്രദേശ കർദമ പ്രജാപതി സന്തുഷ്ടനായി തപോവനത്തിലേക്ക് പോയി നിൽപ്പിന്റെ തന്റെ മാതാവിനായി മതതത്വങ്ങളെല്ലാം ഉപദേശിച്ച് നിന്തിരുവടി എന്നെ സമൂഹങ്ങളിൽ നിന്നും വേഗത്തിൽ രക്ഷിക്കണമേ. അങ്ങനെ കപിലമുനി അവതരിച്ചപ്പോൾ കർദമമുനി എന്ത് ചെയ്തു? വനത്തിലേക്ക് പോയി. അവർക്കൊക്കെ ആ കാലത്ത് വാനപ്രസ്ഥം, ഗ്രഹശാസ്ത്രം കഴിഞ്ഞ വാനപ്രസ്ഥമാണല്ലോ. അപ്പൊ 9 കന്യാകുമാർ 9 പെൺകുട്ടികളെയും കപിലമുനിയെയും പ്രസവിപ്പിച്ച ശേഷം, ദേവമുനി പ്രസവിച്ച ശേഷം ഇവരൊക്കെ വിട്ടിട്ട് അദ്ദേഹം നേരെ വാനപ്രസ്ഥത്തിലേക്ക് പോയി. ആരെ? കപിലമുനി. ഈ കപിലനായിട്ട് എന്ത് ചെയ്തു? അമ്മയ്ക്ക് ജ്ഞാനോപദേശം നൽകി. അമ്മയ്ക്ക് കപിലൻ ജ്ഞാനോപദേശം നൽകി. അതാണ്. അങ്ങനെ അമ്മയ്ക്ക് ജ്ഞാനോപദേശം നൽകിയ കപിലമൂർത്തിയായി അവതരിച്ച ഹേ ഭഗവാൻ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ, അമ്മയ്ക്ക് ഉപദേശം നൽകിയ കപിലമുനിയായിട്ട് അവതരിച്ച, ദേവഹൂതിക്ക് മകനായിട്ട് അവതരിച്ച, വേദമുഖ്യ കർദമന് മകനായിട്ട് അവതരിച്ച, കപിലമുനിയായി അവതരിച്ച മഹാവിഷ്ണുവേ ദേവേശ, എന്നെ അസുഖങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി തരണമേ എന്ന് നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കലോടുകൂടി ഈ ശ്ലോകം അവസാനിക്കുന്നു. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മത സർവസമുപാദിശൻ ജനന്യേ കപിലാത്മക വായു മന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. കപിലമൂർത്തിയായ ഹേ ഗുരുവായൂർ പ്രദേശ, കർദമ പ്രജാപതി സന്തുഷ്ടനായിട്ട് തപോവനത്തിലേക്ക് പോയതിൽ പിന്നെ തന്റെ മാതാവിനെ മഹത്തത്വങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്ത നിത്യരുവടി, കപിലമുനിയുടെ രൂപത്തിൽ വന്ന നിത്യരുവടി എന്നെ എല്ലാ രോഗസമൂഹങ്ങളിൽ നിന്നും രക്ഷിച്ചരുളേണമേ എന്റെ ഭഗവാനെ നാരായണ ഗുരുവായൂരപ്പ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപ്പേ ത്വമിത്തമുത്താവിധപത്മയോനി അനന്തഭൂമാമപരോഗരാശിം വാതാലയവാസ വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇതോടെ നമ്മുടെ 14ാമത്തെ ദശകമായ കപിലാവതാരത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളും പാരായണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെയുള്ള പാരായണത്തിലെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിലും വാട്സാപ്പിലും ഒക്കെ തന്നെ ഒത്തിരി ആളുകൾ ഇങ്ങനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. പാരായണത്തെ സംബന്ധിച്ച്, ക്ലാസ്സുകളെ സംബന്ധിച്ചൊക്കെ അറിയിക്കുന്നുണ്ട്. സംശയങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ സന്ദേശം രൂപേണ അയക്കാവുന്നതാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ തന്നെ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. അവതരണം നടത്തിയ പ്രിയപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ. ഏവർക്കും നന്ദി. നമസ്കാരം.